ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ വെള്ളാർമല GVHS സ്കൂളിൻ്റെ വരാന്തയിലാണ്. ഈ വരാന്തക്കൊന്നും സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇതിൻ്റെ കളിസ്ഥലമൊക്കെ ആകെ മാറിപ്പോയൊരവസ്ഥയാണ്. ഈ സ്കൂളുമായിട്ട് നമുക്കൊരു സുപ്രഭാതം ഓൺലൈൻ ഒരു വൈകാരിക ബന്ധം കൂടിയുണ്ട്. കാരണം ഞങ്ങൾ ഇക്കഴിഞ്ഞ ലോകകപ്പ് ഫുട്ബോൾ വേളയിൽ ഒരു കഥം യാത്ര സംഘടിപ്പിച്ചിരുന്നു. ആ സമയത്താണ് സ്കൂളിൽ നിന്ന് ഞങ്ങൾക്കൊരു കോൾ വരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ വലിയൊരു ഫുട്ബോൾ അക്കാഡമിയുണ്ട്. ഇവിടുത്തെ കുട്ടികൾ വളരെ വലിയ വിശാലമായ ഇവിടുത്തെ ഗ്രൗണ്ടിൽ നിന്ന് അവരുടെ കോച്ചിങ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുക. അത് നിങ്ങളൊന്ന് വന്ന് ഞങ്ങളെ പരിഗണിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വാർത്ത കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിക്കുകയും ഞങ്ങളെ ഇവിടുത്തെ അധ്യാപകരും കുട്ടികളുമൊക്കെ ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്ത ഒരു സ്കൂൾ കൂടിയാണ് സ്കൂൾ. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരികയാണ്. കാരണം അന്ന് ഞാൻ കിടന്നിറങ്ങിയൊരു മൈതാനം ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 മണിക്കാണ് പ്രോഗ്രാം ഷെഡ്യൂൾ, 3:30 മണിക്കാണ് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തത്. ഞങ്ങളിവിടെ ഏകദേശം 1:30 മണിയോടുകൂടി എത്തുന്നു. അപ്പോൾ ഞങ്ങൾ അല്പം ദൂര യാത്രകളായിരുന്നത് കൊണ്ട് തന്നെ അല്പം വിശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ വിശ്രമിച്ചതൊക്കെ ഞങ്ങൾ ഇവിടുത്തെ ഈ ഫുട്ബോൾ മൈതാനത്തെ ഫുട്ബോളിലെ മൈതാനത്താണ് ഞങ്ങൾ അന്ന് ഇവിടെ വിശ്രമിക്കുന്നത് പോലും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറയുന്നത് അന്ന് ഞങ്ങൾ കിടന്നുറങ്ങിയ ആ മൈതാനം ഇന്നില്ല എന്നതാണ്. കാരണം ഞങ്ങൾ ഇവിടെയാണ് അന്ന് ആ ഫുട്ബോൾ അക്കാദമിയുടെ ക്യാമ്പ് ഞങ്ങൾ അന്ന് സംഘടിപ്പിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാം, ഇതൊരു പുഴയായി ഈ നെല്ലിപ്പുഴ രൗദ്രഭാവത്തോടു കൂടി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കുട്ടികളുടെ കളിസ്ഥലം മുഴുവൻ ഈ പുഴ എടുത്തു കളഞ്ഞു. മലവെള്ളപ്പാച്ചിൽ ആ പുഴ ആ ഗ്രൗണ്ട് ഒന്നടക്കം കൊണ്ടുപോയി. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കും, ഇവിടെ നിന്ന് 1, 2, 3, 4, 5 മൺതിട്ടകളുണ്ട്. അതിൽ 5ാമത്തെ മൺതിട്ടയുടെയും അപ്പുറത്തു കൂടിയാണ് ഈ ചെറിയൊരു അരുവിയായി ഈ നെല്ലിപ്പുഴ ഒഴുകിയിരുന്നത്. ആ 5ാമത്തെ മൺതിട്ട വരെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ ഗ്രൗണ്ടാണ് ഇന്നിവിടെ കാണാതെ വലിയ പാറക്കൂട്ടങ്ങൾ ചെന്നടിഞ്ഞ, വലിയ മരത്തടികൾ കൊണ്ട് നിക്ഷേപിക്കപ്പെട്ട പ്രകൃതിയുടെ ഏറ്റവും വലിയ രൗദ്രഭാവം ഇന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഒരു സങ്കടം കൂടി, ആ ഒരു വൈകാരികമായ സങ്കടം കൂടി ഈ ഒരു അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ പറയുമ്പം സ്കൂളിൻ്റെ ഈ ഒരു ഭാഗത്ത് 1, 2 ബിൽഡിങ്ങുകൾക്കൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും തൊട്ടപ്പുറത്ത് ഈ സ്കൂളിൻ്റെ തന്നെ ഈ പല ഭാഗങ്ങളും തകർന്ന് വീണ് തരിപ്പണമായി പോയ ഒരവസ്ഥയാണ്. വലിയ ചള്ളിയും മരങ്ങളും കല്ലുമൊക്കെ. ഒരുപക്ഷെ ആ ദുരന്തത്തിൻ്റെ നേർവ്യാപ്തി വന്ന് ചേരുന്നത് ഈ സ്കൂളിൻ്റെ തൊട്ട് മുന്നിലേക്കാണ്. ഈ സ്കൂളിനാണ് വന്നടിയുന്നത്. അതിൻ്റെ ഒരു ദുരന്തത്തിൻ്റെ ഒരു നേർ സാക്ഷി നമുക്ക് അവിടെ തന്നെ കാണാം. സ്കൂളിൻ്റെ മറ്റൊരു കെട്ടിടം കൂടിയായിരുന്നു ആ കെട്ടിടത്തിലേക്ക് ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം, ഈ പുഴയിൽ നിന്ന് ഒഴുകി വന്ന കല്ലുകളും മരങ്ങളുമൊക്കെ ചെന്നടിഞ്ഞ് ആ സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്ന, അതിനി എത്രമാത്രം തകർച്ചയിൽ എത്തി നിൽക്കുന്നൊരവസ്ഥയാണ്. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ ഒരു ഗ്രൗണ്ട് ഇനി പുനഃസ്ഥാപിക്കാൻ സാധിക്കുമോ എന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത്രമേൽ വലിയ പാറക്കൂട്ടങ്ങളും കല്ലുകളും മരങ്ങളും ഒക്കെ ഇവിടെ, മണ്ണും മൺതിട്ടകളും ഒക്കെ ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ സ്കൂൾ നേരിട്ട് ഈ മലവെള്ളപ്പാച്ചിലും ഈ ഒരു കല്ലും മരങ്ങളും ഒക്കെ വന്നടിഞ്ഞത് കൊണ്ട് തന്നെ നേരിട്ട് ഇവിടെ വലിയ ദുരന്തമുണ്ടായിട്ടുണ്ട്. സ്കൂളിൻ്റെ കെട്ടിടത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ കേടുപാടുകളൊക്കെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്, അറിയേണ്ടത്. ഭാഗ്യവശാൽ ഈ ഭാഗത്തുള്ള സ്കൂൾ കെട്ടിടത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾക്കൊന്നും വലിയ തകരാറുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ ഭാഗത്ത് കാണുന്ന ഈ ഷെഡുകളും അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് കാണുന്ന ചില കെട്ടിടങ്ങൾക്കുമൊക്കെ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ കല്ലും മരങ്ങളും ഒക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. എത്രമാത്രം സമയമെടുക്കും ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് വരുവാൻ എന്നത് സംബന്ധിച്ചും നമുക്ക് അല്പം ആശങ്കയുണ്ട്. ഇവിടെ നമുക്കറിയാവുന്നതുപോലെ രക്ഷാപ്രവർത്തകർ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ കല്ലും മരങ്ങളുമൊക്കെ മാറ്റിക്കഴിഞ്ഞെങ്കിൽ മാത്രമാണ് ഇവിടെ പല മൃതദേഹങ്ങളും നമ്മൾ കണ്ടെത്തുന്നത് പോലും. ഇവിടെ ഇങ്ങനെ വന്നടിഞ്ഞ് പല സ്ഥലങ്ങളിലും മൺകൂനകളിലോ പാറക്കെട്ടുകളിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കല്ലും മരങ്ങൾക്കുമൊക്കെ അടിയിൽ പെട്ടുപോയിട്ടുണ്ടോ എന്ന സംശയം പലപ്പോഴും രക്ഷാപ്രവർത്തകർ പങ്കുവച്ചിട്ടുണ്ട്. അത് തന്നെ ഇവിടെ ആ രീതിയിലുള്ള തിരച്ചിലുകൾ ഇവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് എന്നതും നമ്മൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. സ്കൂളിലെ ബെഞ്ചും ഡെസ്കുമൊക്കെ ഈ മലവെള്ളപ്പാച്ചിലിൽ ഒഴുകി എത്തിയ ഒരു സ്ഥിതിവിശേഷം. ഇത് സ്കൂളിൻ്റെ എന്താണ് എന്ന് നമുക്ക് അറിയില്ല, പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കെട്ടിടം തന്നെയാണ് എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ആ കെട്ടിടം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ആ കെട്ടിടത്തിൻ്റെ അത് തകർന്ന് ഇനിയൊരു പക്ഷേ ഇത് പുനർനിർമ്മിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അത് തകർന്ന് ഇനി അത് വീണ്ടും പൊളിച്ച് പുതിയ ഒരു പ്രവർത്തനത്തിലേക്ക് മാറ്റേണ്ട ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്കൂളിൻ്റെ
തൊട്ടടുത്ത് തന്നെ ഇവിടെ ഇപ്പോൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ മാലിന്യങ്ങളും അല്ലെങ്കിൽ ഈ കല്ലും മരങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച ആണ് നമ്മൾ കാണുന്നത്. സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലാണ് വലിയ തടി ഇപ്പോൾ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുന്നത് എന്നതും നമ്മളിവിടെ കാണേണ്ട കാഴ്ചയാണ്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള രക്ഷാപ്രവർത്തകർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെത്തലുകൾ കിട്ടിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അവരോടൊന്ന് ചോദിക്കേണ്ടതുമുണ്ട്. എൻ്റെ കൂടെ SKSFൻ്റെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് ഫൈസി ചേരുകയാണ്. ഫൈസി, ഞാനിവിടെ സ്കൂളിൽ നേരത്തെ വന്നതാണ്. ഇവിടുത്തെ അധ്യാപകരുമായിട്ടും കുട്ടികളുമായിട്ടൊക്കെ പരിചയപ്പെട്ടതാണ്. ഇവിടുത്തെ ഗ്രൗണ്ടിൽ ഞാൻ അല്പം വിശ്രമിച്ചതാണ്, നിലത്ത് വിശ്രമിച്ചതാണ്. അന്ന് ഞങ്ങളുടെ ഫുട്ബോൾ യാത്രയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ വരുന്നു. അന്ന് കണ്ട ഗ്രൗണ്ട് ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയില്ല. അതിന്ന് പുഴയായി മാറിയിരിക്കുകയാണ്. SKSFൻ്റെ വിക്കായിട്ട് പ്രവർത്തകരെ ഞങ്ങൾ കണ്ടു. എന്താണ് ഈ വയനാട്ടിൽ നടന്ന ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? റാഷി, ഈ സമയത്ത് സംസാരിക്കാൻ തന്നെ ശരിക്കും വല്ലാത്തൊരു വേദന തോന്നുന്ന നിമിഷമാണ്. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ORC ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ വന്നിരുന്നു. ഒരുപാട് നല്ല മക്കളുള്ള ഒരു വിദ്യാലയം, അധ്യാപകരാണെങ്കിലും കുട്ടികളാണെങ്കിലൊക്കെ ഇപ്പോൾ ഇവിടെ വലിയൊരു പൂമരം നിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരു നല്ല മനോഹരമായൊരു പാലം. ആ സമയത്ത് ഞാനൊരു വീഡിയോ ആ പാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഈ സ്കൂളിൻ്റെ വിഷ്വൽ, കാരണം അത്ര പ്രകൃതി മനോഹരമായൊരു സ്ഥലമാണ്, നല്ലൊരു വിഷ്വലൊക്കെ എടുത്തൊരു വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര നല്ല ഭംഗിയുള്ള ഒരു സ്ഥലവും നല്ല കാഴ്ചയുള്ള സ്ഥലമൊക്കെയാണ്. പക്ഷെ ഇന്നിവിടെ വന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാകെ ഇങ്ങനെ വല്ലാത്തൊരു പെടച്ചിൽ. കാരണം ഈ സ്കൂളിൻ്റെ ക്ലാസ് മുറികളൊക്കെ ചളി നിറഞ്ഞ് ആ ക്ലാസ്സുകളിലേക്കൊന്നും ഇനി കുട്ടികൾക്ക് കയറാൻ പോലും കഴിയാത്ത വിധം. ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത് അവിടെ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ക്ലാസ് എടുത്തിരുന്നത്. ഇപ്പോൾ മണ്ണ് കൂടിക്കിടക്കുന്ന, അതെ, ആ ബിൽഡിംഗ് മുഴുവനായിട്ടും ഇന്ന് മണ്ണിനടിയിലാണ്. ശരിക്കും പൂർണ്ണമായിട്ടും അത് ക്ലാസ്സുകളിലൊക്കെ ഫുൾ മണ്ണ് നിറഞ്ഞ് ആ പാലം മുഴുവൻ ഒഴുകിപ്പോയി എന്ന് പറയാം. ആ പാലം അവിടെ കാണാനില്ല. പുത്തുമല ടൗണിലേക്ക് ഈ സ്കൂളിൻ്റെ അതിലേ ഇങ്ങനെ കയറാനൊരു വഴി ഉണ്ടായിരുന്നു. ഇന്ന് ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ ആ ടൗൺ ഒന്നാകെ ചളിയിൽ മുങ്ങിയിട്ടുണ്ട്. വല്ലാത്തൊരു ദുരന്തം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അപകടകരമായ, അതല്ലെങ്കിൽ ഭീതിജനകമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ രാത്രി എല്ലാവരും കിടന്നുറങ്ങുന്ന പുലർച്ചെ ഒരു 4 മണി 3 മണി സമയത്താണ് ഇത് ഉണ്ടാവുന്നത്. പുത്തുമല ദുരന്തം ഉണ്ടായത് ഏതാണ്ട് ഒരു പകൽ സമയത്താണ്. പക്ഷേ അതുകൊണ്ട് തന്നെ കുറേ ആളുകൾ അന്ന് രക്ഷപ്പെടാൻ കാരണമായിട്ടുണ്ട്. ചെറിയ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ആളുകളൊന്നും തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് ഈ ദുരന്തം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ എത്രത്തോളം കൂടുമെന്ന് പോലും പറയാൻ കഴിയില്ല. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ ഭാര്യ വീട് ഇവിടെയാണ്, തൊട്ടടുത്താണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ഉമ്മയും ഉപ്പയും അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. വെറുതെ കൊണ്ടുപോയതാണ്. പക്ഷേ തിരിച്ചു വരാൻ സമയത്ത് അവരോട് വരണ്ട, ഇന്ന് അവിടെ കൂടാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ ബാക്കിയായി. അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളും അവരുടെ വീടുൾപ്പെടെ ഇന്ന് ചളിയിലാണ്, അതല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, അദ്ദേഹം കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് രാത്രി മാറി താമസിച്ചതാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീടും ചുറ്റുഭാഗമുള്ള ആളുകളൊക്കെ ആ അപകടത്തിൽപ്പെട്ട് ഷർഫുദ്ദീൻ ഫൈസി എന്ന് പറയുന്ന സുഹൃത്ത്, അവർ മാറി താമസിച്ചതുകൊണ്ട് അവരിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ ഇവിടെ നമുക്കുണ്ട്. സംഘടനാ രംഗത്താണെങ്കിൽ നമ്മുടെ ഒരുപാട് പ്രവർത്തകർ, വിക്കായ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇത് അറിഞ്ഞ ആ നിമിഷം മുതൽ ഈ ഭാഗത്തേക്ക് പ്രവർത്തകർ ഒഴുകിയെത്തുകയും ഇന്ന് എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ച് ഈ ഒരു സെക്കൻഡെങ്കിലും ജീവൻ ബാക്കിയുള്ള, അതല്ലെങ്കിൽ ഒരു ശതമാനമെങ്കിലും ജീവൻ തിരിച്ചു കിട്ടാൻ സാധ്യതയുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാണുന്നത് മതമില്ല, ജാതിയില്ല, രാഷ്ട്രീയമില്ല, സംഘടനകളില്ല. എല്ലാവരും ഒരു മനസ്സാലെ എല്ലാ സംവിധാനങ്ങളും, സർക്കാർ സംവിധാനങ്ങളെ, സൈന്യം ഉൾപ്പെടെ, ആംബുലൻസ് വാഹനങ്ങൾ, ഓരോ വ്യക്തികളും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണോ അത് ചെയ്ത് ഒരു ജീവനെയെങ്കിലും ഒരു നിമിഷം നേരത്തെ രക്ഷപ്പെടുത്താൻ കഴിയുമോ എന്നാണ് ഇവിടെ ഓരോരുത്തരും ശ്രമിക്കുന്നത്. ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ ഞാൻ ചിന്തിക്കുന്നത്, ഇവിടെ ദുരിതഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ, അതല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന ആളുകൾ ഇവിടേക്ക് വന്നാൽ ആളുകൾക്ക് സഹായമാണ്. പക്ഷേ കാഴ്ച കാണാൻ വേണ്ടിയോ മറ്റോ ഇവിടേക്ക് ഈ സമയത്ത് വരരുത്. കാരണം അത്രമാത്രം ഒരു സെക്കൻഡ് കൊണ്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ഇവിടുന്ന് ഒരു 12-13 കിലോമീറ്റർ ദൂരെയാണ് ചാലിയാർ പുഴ ഉള്ളത്. ആ ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരത എത്രയാണ്. ഇവിടുന്ന് മയ്യത്തുകൾ ഒഴുകി ചാലിയാർ പുഴയിൽ എത്തണമെങ്കിൽ അതിൻ്റെ ആ ഫോഴ്സ്, ആ വെള്ളം എത്ര ശക്തമായിട്ടാണ് കുത്തി ഒഴുകിയത്.
അപ്പോൾ ആ രീതിയിൽ ഇവിടെ ഒരു വലിയൊരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആളുകൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പോലും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നിലവിൽ മയ്യത്തുകൾ ഒരുപാട് കിട്ടിയിട്ടുള്ളത് ചൂരൽമല ഭാഗത്തുള്ളതാണ്. ഇനി പാലത്തിൻ്റെ അപ്പുറത്തുണ്ട് ഒരു പ്രദേശം, പിന്നെ മുണ്ടക്കൈ, അവിടേക്കുള്ള ദുരിതാശ്വാസ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്ര കൂടുതൽ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്, അവിടെ എത്ര അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് പോലും അറിയില്ല. അവിടുത്തെ പള്ളിയിലെ ഖത്തീബിനെ കാണാതായിട്ട് എത്രയോ സമയങ്ങളായി, ഇതുവരെ അദ്ദേഹത്തെ തിരിച്ച് കണ്ടെത്തിയോ എന്ന് പോലും അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ഭീകരമായൊരു അവസ്ഥയുണ്ട്. ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിനെന്താണോ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇതിൻ്റെ പ്രവർത്തകരായി മാറുക എന്നുള്ളതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഫൈസി പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനിവിടെ കണ്ട ഒരുപാട് സംഘടനാ പ്രവർത്തകരുണ്ട്, വിക്കായുണ്ട്, സഹായിയുണ്ട്, സഹചാരിയുണ്ട്, അതോടൊപ്പം തന്നെ SKSF പ്രവർത്തകരുണ്ട്, വൈറ്റ് ഗാർഡുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പല രാഷ്ട്രീയ സംഘടനകളുടെയും അതോടൊപ്പം തന്നെ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ സംഘടനകൾ, പേര് അറിയാത്ത ഒരുപാട് സംഘടനകളുടെ പ്രവർത്തകർ, അവരുടെ യൂണിഫോം ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പല ആളുകളും ഇവിടെയുണ്ട്. അവരൊക്കെ ഒരു ചുള്ളിക്കമ്പെങ്കിലും എൻ്റെ കൈകൊണ്ടെടുത്ത് മാറ്റാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ലതാണ് എന്ന ആ ഒരു തീരുമാനത്തിന് അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ അത്തരത്തിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാഴ്ച കാണാനും മൊബൈലിൽ ഒരു രംഗം പകർത്താനും ഒരിക്കലും നിങ്ങൾ ഇവിടേക്ക് വരരുതേ എന്ന ഒരു അപേക്ഷ മാത്രമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തടി കൊണ്ട്, നിങ്ങളുടെ സേവനം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഇവിടെ സമർപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രം വരിക എന്നുള്ളതാണ്. അതാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഏതായാലും വേദനാജനകമായ ഒരു കാഴ്ച. മരണപ്പെട്ട ആളുകൾക്ക് വളരെ മികച്ച രീതിയിലുള്ളൊരു അന്ത്യയാത്ര നൽകാനെങ്കിലും നമുക്ക് സാധിക്കട്ടെ. അതിന് അവരെ എല്ലാവരെയും കണ്ടെത്താൻ കൂടി നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ്. ഒന്നിനും കഴിയാത്ത ആളുകൾ, ഇനി ഇവിടേക്ക് വരാൻ കഴിയാത്ത ആളുകൾ, നിങ്ങൾ വീട്ടിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്.